KSRTC ബസ്സിന് കുറുകെ മേയർ ആര്യ രാജേന്ദ്രൻ വാഹനമിട്ടതിൽ പരിശോധിച്ച് നടപടിയെടുക്കാൻ പോലീസിന് കോടതിയുടെ നിർദ്ദേശം. കന്റോൺമെന്റ് പോലീസിനാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത്. അഭിഭാഷകനായ ബൈജു നോയലിന്റെ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. അജീഷ്, ഈ നടുറോഡിലെ തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദം അത് നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ മേയറുടെ നടപടിയുമായി ബന്ധപ്പെട്ട് പരിശോധന വേണം, പോലീസ് അക്കാര്യം അന്വേഷിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വരുന്നു. എന്താണ് കോടതി വ്യക്തമാക്കുന്നത് അജീഷ്? റീജിത്ത്, ഈ റോഡിലെ ഈ തർക്കത്തിൽ നേരത്തെ തന്നെ ഈ യദു മേയർക്കെതിരെയും MLA സച്ചിൻ ദേവിനെതിരെയും പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് MLA മറ്റൊരു അഭിഭാഷകൻ മുഖേന ബൈജു നോയൽ മുഖേന തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ ഹർജി ഫയൽ ചെയ്തത്. ഈ സ്വകാര്യ ഹർജി ഫയൽ സ്വീകരിച്ച കോടതിയാണ് ഇപ്പോൾ ഈ സംഭവം നടന്ന ഈ പാളയത്തിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഈ നിർദ്ദേശം നൽകിയത്. അതായത് എന്താണ് നടന്നതെന്ന് പരിശോധിച്ച ശേഷം നടപടിയെടുക്കുക എന്നൊരു നിർദ്ദേശമാണ് കന്റോൺമെന്റ് പോലീസിന് തിരുവനന്തപുരം കോടതി നൽകിയിരിക്കുന്നത്. ഈ പരിശോധന നടത്തിയ ശേഷം അതിൽ കഴമ്പുണ്ടെങ്കിൽ പോലീസിന് കേസെടുക്കാം. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാണ് മേയർക്കെതിരെയുള്ള അഭിഭാഷകന്റെ പരാതി. സച്ചിൻ ദേവിനെതിരെയുള്ള പരാതി എന്ന് പറയുമ്പോൾ ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി എന്നാണ്. ഈ കേസുകളിലാണ്, ഈ ഹർജിയിലാണ് ഇപ്പോൾ കോടതി കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പോലീസ് ഈ കോടതി നിർദ്ദേശപ്രകാരം ഇനി പരിശോധന നടത്തി കേസ് സ്വീകരിക്കാനോ അതല്ല തള്ളാനോ സാധ്യതയുണ്ട്. ശരി, മേയർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് KSRTC ബസ്സിന് കുറുകെ മേയർ ആര്യ രാജേന്ദ്രൻ വാഹനമിട്ടതിൽ പരിശോധിച്ച് നടപടിയെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം പോലീസിന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കന്റോൺമെന്റ് പോലീസിനാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.